നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ന് വല്ല ഫിഷോ മട്ടന്റെയോ ബീഫിന്റെയോ ബിരിയാണി റെസിപ്പി ആയിട്ട് വന്നേ? എന്നാ പിന്നെ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് തെറ്റി. ഇതൊന്നുമല്ല. ഇതാണ് മക്കളെ സോയാ ചങ്ക്സ് ബിരിയാണി, അതും നമ്മളെ മലബാർ സ്റ്റൈലിൽ. ഇത് നിങ്ങളെ വൈഫിനാ അല്ലെങ്കിൽ ഹസ്ബൻഡിനാ കുട്ടിയൊക്കെ കൊടുത്തു നോക്കിയാ അവർക്ക് മനസ്സിലാവില്ല ഇത് മീറ്റാണോ സോയാ ചങ്ക്സ് ആണോ എന്നുള്ളത്. നിങ്ങൾക്ക് വിശ്വാസമാണെന്നില്ലെങ്കിൽ ഇതൊന്ന് ഫുള്ള് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു കടായിൽ കുറച്ചധികം ഓയിൽ വെച്ചിട്ട് തിൻലി സ്ലൈസ് ചെയ്ത് അനിയന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ പൊരിച്ചെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് എക്സ്ട്രാ ഓയിൽ മാറ്റി വെച്ചിട്ട് അതിലേക്ക് കരിവേപ്പില, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് ബിരിയാണി മസാല, കുറച്ച് മണൽപ്പൊടി ഇട്ടിട്ട് നല്ലോണം അത് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലൊരു തക്കാളി ഇട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അത് കുക്കായി കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ടൊന്ന് ഇതുപോലെ ഉടച്ചു. അതിലേക്ക് കുറച്ച് തൈരിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുക്ക് ചെയ്തെടുത്ത് ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത സോയാ ചങ്ക്സ് അതിലിട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പൂ ഇട്ട് ഒന്ന് മിക്സ് ആക്കിയതിന്റെ ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കാം. ഇനി അത് റെഡി ആയതിനു ശേഷം നമുക്ക് ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച നെയ്ച്ചോറ് അതിന്റെ മേലിലിടാം. എന്നിട്ട് കുറച്ച് പൊരിച്ച ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പും കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ഈ പ്രോസസ്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ദമ്മിട്ട് വെക്കാം. ആ ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് ഒരു മണമുണ്ട് മക്കളെ. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം എന്നോട് പറ. ഓക്കെ, ബൈ.